ഫൈനലി നമ്മൾ ഊട്ടി എത്തി ഗായ്സ്. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എന്നാ എല്ലാവരും ഇറങ്ങിക്കോ. എടാ, ഒരു പ്രശ്നമുണ്ട്. എന്താ, ഛർദിക്കാനുണ്ടോ? അമ്മയും അച്ഛനും ഊട്ടിയിൽ ടൂർ വന്നിട്ടുണ്ട്. എങ്ങോട്ടാന്ന്? വാട്ട്? നിങ്ങൾ എന്തിനാ ബാറ്റ് ചെയ്യണേ? ഞങ്ങള് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളുടെ അച്ഛനും അമ്മയും ടൂർ പോയിട്ടുണ്ടെന്ന്? ഓയാ, ഞാൻ മറന്നുപോയി. അവര് ഊട്ടിയിലാണെങ്കി എന്താ, നമുക്ക് ഒരു സർപ്രൈസ് ചെയ്യാവാ. നമ്മൾ അവരോട് ജില്ല വിട്ട് പോകില്ലെന്ന് പറഞ്ഞിട്ടാണോ സമ്മതം തന്നേ? ഓയാ, ഇനി എന്താ ചെയ്യാ? അച്ഛനും അമ്മയും നമ്മളെ കണ്ടാ പിന്നെ നമ്മുടെ കാര്യം അതോ ഗതിയാ. ഓ, ആർക്കും അത് അറിയില്ലായിരുന്നു. നിനക്കിത് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ വായ തുറന്ന് പറഞ്ഞൂടായിരുന്നോ? ഞാൻ എക്സൈറ്റ്മെന്റിൽ മറന്നുപോയി. ഇപ്പൊ അമ്മേന്റെ അച്ഛന്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഓർമ്മ വന്നേ. ഒരു വഴിയുണ്ട്. ഓപ്പറേഷൻ പീസ്. റൂൾ നമ്പർ 1, ടൂർ പോകാൻ അമ്മേനെ സോപ്പിടണേലും ഈ കാര്യത്തിൽ നമ്മൾ രണ്ടാളെയും പേടിക്കണം. ഓൾവേസ് ബി കോഷ്യസ്, ഒരു CID പോലെ. റൂൾ നമ്പർ 2, എങ്ങാനും കണ്ടുപിടിക്കാനേ നല്ല കുട്ടികളെ പോലെ അഭിനയിക്കണം. ആൻഡ് റൂൾ നമ്പർ 3, കയ്യെന്ന് പോയി എന്നറിഞ്ഞ ഓടിക്കോ, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. അതെ, നിങ്ങൾ ഇറങ്ങ്. ഇനി ബാക്കി വരുന്നോടത്ത് വെച്ച് കാണാം. നന്ദോ, കിച്ചു, ചച്ചു, നിങ്ങൾ വരുന്നുണ്ടോടാ? അയ്യോ, ഇപ്പൊ നമ്മള് പോകുന്നിടത്ത് അച്ഛനുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞു മെഴുകിക്കോ. എടാ, എന്റെ പിങ്കി അല്ലേ ഇത്? എനിക്ക് സഹിക്കുന്നില്ലടാ. നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ പോയത്, സഹിച്ചോ? അവൻ എന്തൊരു ഷോയാ. ഇവൻ ഇതിനു മുന്നേ പെണ്ണുങ്ങളെ ഒന്നും കണ്ടിട്ടില്ലേ? എനിക്ക് തോന്നുന്നു അവൻ നിന്നെ കാണിക്കാൻ വേണ്ടി ചെയ്യാന്നിട്ടോ. ആഹാ, എന്നാ ചോദിച്ചിട്ട് തന്നെ കാര്യം. പിങ്കി, നിന്നെ അമ്മും ചച്ചും വിളിക്കുന്നുണ്ട്. ബേബി, എങ്ങോട്ടും പോകല്ലേ. ആൻഡ് ഓൾസോ ഈ കുരങ്ങനുമായിട്ട് നീ കൂട്ടുകൂടണ്ട. ഞാൻ ഇപ്പൊ വരാം. എടാ കാർബണേ, കാർബൺ അല്ല ഹെർബൺ, രണ്ടും കണക്കാ. നിനക്കെന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞ വിഷമാവോ? നിനക്ക് അറിയില്ല ഞാൻ ആരാന്ന്. എന്തിനാ വെറുതെ ഇവിടെ ഉള്ള ആൾക്കാര് നീ ഒരു പൊട്ടനാന്ന് അറിയിക്കുന്നത്? നീ എന്നെ കളിയാക്കാൻ മാത്രം വളർന്നോ? എന്നാ ഇനി അധികകാലം അത് വളരൂല എന്നൊക്കെ ഞാൻ പറയുമെന്ന് നീ വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി. ബൈ. നീ കമ്മിറ്റഡ് ആയിട്ട് എത്ര വർഷമായി? ഇയേഴ്സ് ഒന്നും ആയില്ല, ഇന്നത്തേക്ക് 4 ദിവസം. എത്ര? 4 days. എടാ പൊട്ടാ, ഈ 4 ദിവസത്തെ പരിചയം വെച്ചിട്ടാണോ നീ അവളെ? ഓ മൈ ഗോഡ്. എന്താ? എന്റെ 1 മാസത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാ, നീ ഇവളെ കിട്ടിയ നശിച്ച് നാരായണക്കല്ലെടുത്ത് മുടിഞ്ഞ പണ്ടാരടങ്ങും. നീ പോടാ. ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആയതിന്റെ അസൂയല്ലടാ നിനക്ക്. ഉണ്ടമ്പരി കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നീ വേറെ ഏതെങ്കിലും മുന്തിരി കിട്ടുമെന്ന് തപ്പി ഇറങ്ങിക്കോ. അല്ലേലും ഈ പൊട്ടനോടൊക്കെ പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. നീ നോക്കിക്കോടാ, ഒരു നാള് നീ എന്നെ സാഷ്ടാംഗം പ്രണാമിക്കും. ഇതാണ് എന്റെ നമ്പർ, വിളിച്ചാ മതി. അപ്പൊ ചേട്ടൻ പോട്ടെ. എന്തായി, എല്ലാം കോംപ്രമൈസ് ചെയ്തോ? യെസ്, എല്ലാം സെറ്റാക്കി. ഇനി വേണമെന്ന് മനസമാധാനത്തിൽ ഉറങ്ങാൻ. അതെ, എനിക്ക് ബോറടിക്കാൻ തുടങ്ങിട്ടോ. എന്നാ തിരിച്ചടിക്ക്. ഈ ഒരു സ്ഥലം തന്നെ എത്ര നേരായി, മടുത്തു. മിണ്ടരുത് നീ. ഈ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം എത്ര ചാക്ക് ക്യാരറ്റാ നീ മേടിച്ച് കൂട്ടിയെന്നറിയോ? ഇവിടുന്ന് ചെന്നിട്ട് നിനക്ക് വല്ല മൊയിൽ കൃഷി തുടങ്ങാനുള്ള ഉദ്ദേശമുണ്ടോ? എടാ, അത് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിരിക്കും. അലുവയോ? അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം വന്നു, എന്നിട്ട് ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. കേട്ടിട്ടില്ലേ? നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. നിങ്ങള് വേറെ സ്ഥലം കണ്ടുപിടിക്കുക, അങ്ങോട്ട് പോവാന്നിട്ട്. ഒരു സ്ഥലമുണ്ട്, കുറച്ച് ഹൈ റേഞ്ച് ആണ്. അതൊന്നും കുഴപ്പമില്ല, പോവാം. ഓക്കെ. കാവടി തുള്ളി പോകുന്നുണ്ട് രണ്ടെണ്ണം. എന്താവോ എന്തോ. ഇതാണോ നിന്റെ ഹൈ റേഞ്ച്? എടാ, ഗൂഗിൾ അമ്മായി ചതിച്ചതാ. ഇതല്ല സ്ഥലം. എന്റെ സ്ഥലം ഇങ്ങനെയല്ല. നിങ്ങളല്ലാണ്ട് ഈ പൊട്ടനൊക്കെ എന്തേലും കാര്യം ഏൽപ്പിക്കോ? അവനെ കുറ്റമൊന്നും പറയണ്ട. ഈ സ്ഥലത്തിന് ഇപ്പൊ എന്താ കുഴപ്പം? നല്ലതല്ലേ കിച്ചു? നമുക്കൊരു വാക്കിന് പോയാലോ? ഓക്കെ, ബൈ ഫ്രണ്ട്സ്. നമുക്കും പോവാ ചച്ചു. ഞാനില്ല, എനിക്ക് ഒരു അടി നടക്കാൻ വയ്യ. ഏത് നേരത്താണോ ഇവര് രണ്ടുപേരും ഏത് നേരം ഇങ്ങനെ പശ വെച്ചൊട്ടിച്ച പോലെയാണോ? സത്യം, ഇവരുടെ വിചാരം ലോകത്തെ ആദ്യത്തെ കപ്പിൾസ് ഇവരാന്നാ.
ഇതൊക്കെ എന്ത്? ഇതൊക്കും വലുതല്ലേ ഞാൻ അനുഭവിച്ചത്. ഗായ്സ്, എന്താടി? ഒരു സ്ഥലം കണ്ടുപിടിച്ചു, പോയാലോ? പോകാം. അവിടെ കയറണമെങ്കിൽ എല്ലാവർക്കും ഒരു കോസ്റ്റ്യൂം വേണം. കോസ്റ്റ്യൂം അവിടുന്ന് കിട്ടും. പോയാലോ? സെറ്റ്, വാ പോകാം. എന്താടി ഇത്? എന്നെ ഇപ്പൊ കാണാൻ ക്യൂട്ടായിട്ടില്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഞങ്ങളെ കാണാൻ എങ്ങനെയുണ്ട്? നിങ്ങളുടെ നാട്ടിലെ ഫീൽഡിൽ വെക്കുന്ന ഡോളിനെ പോലെയുണ്ട്. അതേതാടാ? അവള് നമ്മളെ പാടത്ത് വെക്കുന്ന കോലെന്നാടാ പറഞ്ഞേ. എടി, നീ എന്നോടുള്ള ദേഷ്യം തീർക്കല്ലേ? ഇത്രയും ക്യൂട്ടായിട്ടുള്ള 3 ചെക്കന്മാരെ നീ ലോകത്ത് വേറെ കണ്ടിട്ടുണ്ടോ? ചച്ചനോട് അപ്പോഴേ പറഞ്ഞ് ഈ വള്ളീനെ ഒന്ന് കൂടെ കൂട്ടണ്ടാന്ന്. നീ പോടാ, അല്ലേലും നിന്നെ കാർക്ക് വേണം. വാ ബേബി, നമുക്ക് പോവാം. പിന്നെ നീ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ലവ് ആൻഡ് ടേക്ക് കെയർ. എല്ലാവരും എന്റെ കല്യാണത്തിന് പറ്റുകയാണെങ്കിൽ വരണേ. ഓക്കെ, ബൈ. എന്റെ പട്ടി വരും. അതിനെ നിന്നാരാ വിളിച്ചേ? നീ പോടാ ജാടത്തെണ്ടി. യു ബാസ്റ്റഡ്. എന്നാ വെറും തെണ്ടി. വാ ബേബി, നമുക്ക് പോവാം. എന്തിനാടാ വെറുതെ? പോവുകയാണെ പൊക്കോട്ടെ. വേണ്ടാന്ന് വെക്കുമ്പോ തലയിൽ കയറി നിരങ്ങ. നിങ്ങൾക്കറിയോ, വെറും 1 മാസത്തെ റിലേഷൻഷിപ്പ് ഞാനും അവളും തമ്മിലുള്ളൂ. ആ പോയ പെണ്ണിന് 1 മാസം മുഴുവൻ ഞാൻ പൊന്നുപോലെ ഞാൻ നോക്കിയേ. അല്ലേലും ചത്തകുട്ടീന്റെ ജാതകം നോക്കിയിട്ട് എനിക്ക് കാര്യമില്ലല്ലോ. നമുക്ക് എൻജോയ് ചെയ്യാം. കം ഓൺ ഗൈസ്. ഇതൊരു നല്ല സ്ഥലല്ലേ? ശരിയാ, ഒരു വിന്റേജ് ലുക്കൊക്കെ ഉണ്ടല്ലേ? ശരിയാ, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇരുന്ന് ബുക്കൊക്കെ വായിക്കാൻ എന്ത് രസമായിരിക്കും. എന്റെ ഏട്ടാ, നമ്മള് ടൂറ് വന്നതാ. നിങ്ങള് വേറെ രീതിയിൽ ആലോചിക്കേ. നമ്മള് പഴയ കാലത്തുള്ളതുപോലെ കത്തുകളിലൂടെ പ്രണയിക്കുന്ന കാലവും തമ്മിൽ കാണാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടും. എനിക്ക് ഈ സ്ഥലമൊക്കെ കാണുമ്പോ അങ്ങനെയാ തോന്നുന്നേ, പഴയ നമ്മുടെ കാലം. ശരിയാ. പൂമാനമേ ഒരു രാഗമേഘം താ. നല്ല പരിചയമുള്ള മുഖം. അത് നമ്മളെ മക്കളല്ലേ ജാനു? ഏത്? ലുങ്കി ഡാൻസ് ലുങ്കി ഡാൻസ് ലുങ്കി ഡാൻസ്. അയ്യോ മാമൻ. ഗൈസ്, വി ആർ ട്രാപ്ഡ്. എന്താ? നോക്ക്. ഓ മൈ ഗോഡ്. ഞാൻ റെഡി 1 2 3 പറയും. ഓടിക്കോ. റെഡി? പോയോ? ഞാനും. കിച്ചു നിക്കടവിടെ. ഞാൻ കിച്ചു അല്ലേ, കിഷോർ കുമാർ. വെൽക്കം. കുടിക്കാൻ എന്താ വേണ്ടേ? കടുപ്പത്തിലൊരു കാപ്പി ഞാനിടാം. അയ്യോ അമ്മ. ഇതാണ് കുക്കുടാസനം. ആരോഗ്യത്തിന് നല്ലതാ. നിങ്ങള് കേരളത്തിലോട്ട് വരുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ ബാക്കി പഠിപ്പിച്ചു തരാം. എനിക്ക് കൂടെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഏതാ മലയാളി? ഹായ്യോ. എന്താടാ ഇത്? സ്റ്റാച്യു ഓഫ് ഊട്ടി. 10 രൂപയ്ക്ക് ഒരു ഫോട്ടോ കിട്ടും. വേണോ? 1 2 3 4. ഒന്നുകൂടി ഉണ്ടല്ലോ, കളഞ്ഞവളെ. അതാരാ? അയ്യോ എന്റെ അമ്മ. ഇപ്പൊ കൊണ്ടുവരാം. ഓ, കുഞ്ഞിപ്പുഴ തുള്ളിക്കളിക്കണ കണ്ടില്ലേ? കിച്ചു വാ, ഡാൻസ് കളിക്കാം. ഇപ്പൊ തന്നെ കളിക്കാം. അച്ഛനും അമ്മയും വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞേ? പൊട്ടി, അച്ഛനും അമ്മയും പുറത്ത് വന്ന് നിക്കുന്നു. നീ ഒന്ന് വന്നേ, അല്ല ഇവിടെ ഒരു മരണം ഉറപ്പാ. എന്നിവിടെ എത്തി? ഇന്നലെ. ഒറ്റ മൈൻഡില് വന്നതാണോ? അല്ല, നേരത്തെ പ്ലാൻ ഇട്ടതാ. എന്നിട്ടാണോ ഞങ്ങളോട് അമ്മ? മിണ്ടരുത് അമ്മു. നിനക്കെങ്കിലും ഇത്തിരി ബോധം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ എൻജോയ് ചെയ്തോ, അതിനൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ വേണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെ പറയേണ്ടൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയാല് ആര് സമാധാനം പറയും? പോരാത്തതിന് അമ്മ നമ്മൾ അത്രയ്ക്കും വിശ്വസിച്ചിട്ടല്ലേ കൂടെ നിക്കണേ. അവക്ക് എന്തെങ്കിലും പറ്റിയാ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പെട്ടി പാക്ക് ചെയ്തോ, ഞങ്ങളുടെ കൂടെ പോരെ വീട്ടിലേക്ക്. മതി കളിയും ചിരിയൊക്കെ. ഇത് നമ്മള് വന്നിട്ട് 2 ദിവസമായില്ലേ? അമ്മയ്ക്കും അച്ഛനും ഒരനക്കമില്ലല്ലോ. ശരിയാ, സാധാരണ ഇത്ര ടൈമൊന്നും എടുക്കാറില്ല. നിങ്ങളെവിടെ ഇരി, ഞാൻ പോയി നോക്കിട്ട് വരാം. അമ്മു വിളിക്കണ്ട.